ഇന്ന് ഞാനിവിടെ വണ്ടി കൊണ്ടുവന്ന് ഒരു സ്ഥലത്തിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കാണുന്ന കാഴ്ചകൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം എന്ന് നോക്കാം കേട്ടോ. അതൊരു സാധാരണ തിങ്സ് ആണ് അല്ലേ, നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ. അതാണ് നമ്മൾ ഇംഗ്ലീഷിൽ ആദ്യം പറഞ്ഞ് പഠിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ചുറ്റുപാട് സറൗണ്ടിങ്സ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പം നമ്മൾ ഇന്ന് എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യാണ് നിങ്ങളോട് ഒന്നിച്ചു കേട്ടോ. നമുക്ക് നോക്കാവേ. ഞാൻ എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കുവാണ്. I have parked my vehicle here now. ഞാനിപ്പോൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തതേ ഉള്ളൂ കേട്ടോ. I have parked my vehicle here now. ഒന്ന് പറഞ്ഞേ, I have parked my vehicle here now. ഇനി നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, കുറച്ച് വെട്ടുകല്ലുകളൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. വെട്ടുകല്ല് നിങ്ങൾ കണ്ടില്ലേ? അപ്പം നമുക്ക് എങ്ങനെ പറയാം? വെട്ടുകല്ലിന് എന്താണെന്ന് പറയുന്നത്? കട്ട് സ്റ്റോൺ അല്ലെങ്കിൽ ബിൽഡിംഗ് സ്റ്റോൺ എന്നൊക്കെ പറയും കേട്ടോ. ഇതാ വെട്ടുകല്ല്, എൻ്റെ അടുത്ത് വണ്ടിയൊക്കെ ഉണ്ട്. ഇതാ വെട്ടുകല്ല് ഇവിടെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ദേ ആർ സ്റ്റാക്കിംഗ് കട്ട് സ്റ്റോൺസ് ഹിയർ. പറഞ്ഞേ, ദേ ആർ സ്റ്റാക്കിംഗ് കട്ട് സ്റ്റോൺസ് ഹിയർ. ഒന്നുകൂടി പറയൂ, ദേ ആർ സ്റ്റാക്കിംഗ് കട്ട് സ്റ്റോൺസ് ഹിയർ. കട്ട് സ്റ്റോൺസ് എന്നാണ് ഈ വെട്ടുകല്ലിന് പറയുന്നത്, കട്ട് സ്റ്റോൺസ് എന്നാണ് കേട്ടോ. അപ്പം നമ്മളത് പഠിച്ചില്ലേ? അതേപോലെ തന്നെ നോക്കൂ, എൻ്റെ മുന്നിലായിട്ട്, എൻ്റെ വണ്ടിയുടെ മുന്നിൽ വണ്ടി കാണുന്നുണ്ട്, അതിൻ്റെ മുന്നിലായിട്ട് ഒരു ബിൽഡിങ്ങും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദർ ഈസ് എ ബിൽഡിംഗ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ വെഹിക്കിൾ. ഇൻ ഫ്രണ്ട് ഓഫ് മൈ വെഹിക്കിൾ. ദർ ഈസ് എ ബിൽഡിംഗ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ വെഹിക്കിൾ. അതൊക്കെ പല രീതിയിൽ നമുക്ക് പറയാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ് പറഞ്ഞു തരുന്നത്. ദർ ഈസ് എ ബിൽഡിംഗ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ വെഹിക്കിൾ. വെഹിക്കിളിൻ്റെ മുമ്പിലായിട്ട് എന്തുണ്ട്? ഒരു ബിൽഡിങ്ങുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ വേറൊരാളും കൂടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് ഓൾസോ എ കാർ ഓൺ ദ സൈഡ്. അത് മൂവ് ചെയ്യാണ്. ദർ ഈസ് എ കാർ, അവിടെ ഒരു കാറും കൊണ്ടുണ്ട്. ദർ ഈസ് എ കാർ ബിസൈഡ് ഇറ്റ് എന്ന് പറയാം. ബിസൈഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അതിൻ്റെ സൈഡിലാണ് എന്നുള്ളതാണ് ബിസൈഡ് ഇറ്റ്. അല്ലെങ്കിൽ ഓൺ ദ സൈഡ്, ആ സൈഡിൻ്റെ ആയിട്ടുണ്ട്. അപ്പോൾ ദർ ഈസ് എ കാർ ഓൺ ദ സൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ദർ ഈസ് കാർ ബിസൈഡ് ഇറ്റ് എന്ന് പറയാം കേട്ടോ. ഇനി നമുക്ക് വണ്ടി ഒന്ന് മൂവ് ചെയ്ത് നോക്കാവേ. ഇപ്പോൾ ഞാൻ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കാണേ. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടോ, ഒരു വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ മുമ്പിലായിട്ട് വാഴ നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? I planted a few banana plants in front of where the vehicle is parked. ഇത് കണ്ടില്ലേ ബനാന? നിങ്ങൾ ഇനി പുറം രാജ്യത്തുള്ളവരൊക്കെ ആണെങ്കിൽ ബനാന ഇത് കേട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അടുത്തായിട്ട് അതിൻ്റെ മുമ്പിലായിട്ട് ബനാന പ്ലാന്റ് ഉണ്ട്. പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുന്നതിനാണ്. I planted a few banana plants in front of where the vehicle is parked. പറയൂ, I planted പറയേ, a few banana plants in front of where the vehicle is parked. ഒന്നുകൂടി പറഞ്ഞേ, I planted a few banana in front of, banana അല്ല കേട്ടോ, banana plants in front of where the vehicle is parked. ഇനി ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഏതാണ്ട് ഒരു കാട് പോലെ എന്തോ കാണുന്നുണ്ട്. റൈറ്റ് നെക്സ്റ്റ് ടു ഇറ്റ്, ഇതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട്, റൈറ്റ് നെക്സ്റ്റ് ടു ഇറ്റ് ദർ ഈസ് സംതിങ് ദാറ്റ് ലുക്സ് ലൈക്ക് എ സ്മോൾ ഫോറസ്റ്റ്. എന്തോ ഒരു ചെറിയൊരു കാട് പോലെ കാണുന്നുണ്ട്. റൈറ്റ് നെക്സ്റ്റ് ടു ഇറ്റ്. നെക്സ്റ്റ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത്, അതിനാണ് നമ്മൾ റൈറ്റ് ഉപയോഗിക്കുന്നത്. പറയൂ, റൈറ്റ് നെക്സ്റ്റ് ടു ഇറ്റ്. നിങ്ങൾക്ക് തൊട്ടപ്പുറത്തെന്ന് പറയേണ്ട സാഹചര്യം വരുമ്പോൾ റൈറ്റ് ഉപയോഗിക്കുക. നെക്സ്റ്റ് ടു, റൈറ്റ് നെക്സ്റ്റ് ടു ഇറ്റ് ദർ ഈസ് സംതിങ് ദാറ്റ് ലുക്സ് ലൈക്ക് എ സ്മോൾ ഫോറസ്റ്റ്. ലുക്സ് ലൈക്ക് എ സ്മോൾ ഫോറസ്റ്റ്. പറയൂ, right next to it there is something that looks like a small forest. ഇതിനെ ഞാനിപ്പോൾ സ്മോൾ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് എങ്ങനെ പറയാം? ബുഷി ഏരിയ എന്നൊക്കെ പറയാം. ബുഷി ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്നതൊക്കെ കാടും അതെല്ലാം നിറഞ്ഞ ഒരു സ്ഥലം ബുഷി ഏരിയ എന്ന് പറയാം കേട്ടോ. അതായത് എന്താ പറയുക, കുറ്റിച്ചെടിയൊക്കെ നിറഞ്ഞ സ്ഥലം. നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള പറമ്പും അതിനെയൊക്കെ നമുക്ക് എങ്ങനെ പറയാം? ബുഷി ഏരിയ. പിന്നെ റൈറ്റ് നെക്സ്റ്റ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത്. അപ്പോൾ
ഇത് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് എന്താണ്, ഇത് കണ്ട് ആസ്വദിക്കുക എന്നതിനേക്കാളൊക്കെ അപ്പുറം നിങ്ങളൊന്ന് വീടിൻ്റെ ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ദർ ഈസ് ദർ ആർ ഉപയോഗിച്ച് പറയുക. അപ്പോൾ ദർ ഈസ് ദർ ആർ എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ക്ലാസ് ഒന്ന് കേൾക്കുക, പഠിക്കുക. കാരണം നമുക്കിവിടെ ഒന്നും സബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ദർ ഈസ് ദർ ആർ ഉപയോഗിച്ച് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞതെല്ലാം അങ്ങനെയല്ലേ. കുറച്ചും കൂടി എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഓ, ലെറ്റ് മീ ഗെറ്റ് ഔട്ട് ദ വെഹിക്കിൾ. ലെറ്റ് മീ ഗെറ്റ് ഔട്ട് ദ വെഹിക്കിൾ. എൻ്റെ വീടിൻ്റെ മുമ്പിൽ റോഡുണ്ട്. ദർ ഇസ് എ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. ദർ ഇസ് എ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. കണ്ടോ, ദർ ഇസ് എ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. ദർ ഇസ് എ, പറ, നിങ്ങൾ പറ. ദർ ഇസ് എ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. അല്ലെങ്കിലോ, എ റോഡ് റൺസ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. വീടിൻ്റെ മുന്നിൽ കൂടി റോഡ് പോകുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾ കണ്ടോ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. There are some pipes kept by the side of the road. There are some pipes, കുറച്ച് പൈപ്പുകൾ kept by the side of the road. റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ. There are, പറയുക, there are some pipes kept by the side of the road. പറയൂ, there are some pipes kept by the side of the road. ഇനി ബൈ ദ സൈഡ് ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞാൽ എന്താ, റോഡിൻ്റെ സൈഡിൽ. ബൈ ദ സൈഡ് ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ. ഒന്നിട്ട് പറയൂ, റോഡിൻ്റെ സൈഡിൽ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയത്തില്ലേ, ബൈ ദ സൈഡ് ഓഫ് ദ റോഡ് ഉപയോഗിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറയാം, റോഡിൻ്റെ സൈഡിൽ. പിന്നെ ഓൺ ദ റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ റോഡരികിൽ. ഓൺ ദ റോഡ് സൈഡ്, റോഡരികിൽ. അപ്പം നമ്മളിവിടെ കൂടുതലും ഉപയോഗിച്ചത് എന്താണ്, ദേർ ഈസും ദേർ ആറും തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചു തന്നത്. കാര്യം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും പറയും, നിങ്ങളൊന്ന് നിങ്ങളുടെ സറൗണ്ടിങ്സ് ഒന്ന് ഒബ്സർവ് ചെയ്യും, എന്നിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക എന്ന് പറയും. അതിനൊരു എക്സാമ്പിളായിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇത് വളരെ സിമ്പിളാണ്. നമുക്കിവിടെ എല്ലാം അവിടെ അതുണ്ട്, ഇവിടെ അതുണ്ട് എന്നൊക്കെയല്ലേ നമുക്ക് പറയേണ്ടത്. അങ്ങനെ നമുക്ക് പറയണമെങ്കിൽ ദർ ഈസ്, ദർ ആർ, അല്ലെങ്കിൽ അവിടെ അത് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയണമെങ്കിൽ ദർ വാസ്, ദർ വെയർ ആണ് ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് വേറെ ഒന്നും അവിടെ നമ്മൾ ഉപയോഗിച്ച സെൻറ്റൻസുകളെല്ലാം അത് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ദർ ഈസ്, ദർ ആറിൻ്റെ ക്ലാസ്, ദർ വാസ്, ദർ വെറിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കേൾക്കണേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ എത്രയാണ്, ഡേ 8 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടൊന്ന് നിരീക്ഷിച്ചിട്ട് പറയാനാണ് പഠിച്ചത്. അപ്പം നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇതാ. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊന്ന് വന്നിരിക്കുക. മുറ്റത്തൊന്ന് വന്നിരുന്നിട്ട് നിങ്ങൾ അവിടെ എന്തൊക്കെ കാണുന്നു. നിങ്ങളുടെ വീടിൻ്റെ സൈഡിൽ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരു നിങ്ങളുടെ ഡോഗ് ഇരിപ്പുണ്ടാവും, അത് നിങ്ങൾ പറയണം. അതല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് റോഡുണ്ടാവും, അത് പറയണം. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കിണറുണ്ടാകും, അത് പറയണം. പിന്നെ കുട്ടികൾ കളിക്കുന്നുണ്ടാവും, അത് പറയണം. അങ്ങനെ ഒരു 5 സെൻറ്റൻസ് നിങ്ങൾ എന്താണ് കണ്ടത് എന്നുള്ളത്, നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിങ്ങൾ എന്ത് കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ പോയ വഴിക്ക് എന്ത് കണ്ടു എന്നുള്ളത്, എന്താണ് ഇപ്പോൾ ഉള്ളത്, ഇതൊക്കെയുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും പഠിക്കും, നിങ്ങൾക്ക് പറയാനും പഠിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ പറയുന്നു. താങ്ക് യു.